ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലബാർ ക്ലാസിക് കിച്ചൺ. ക്രിസ്മസ് ഒക്കെ വരാൻ പോകുകയല്ലേ. ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് വിഭവമായിട്ടാണ്. ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ബീഫ് പെപ്പർ ഫ്രൈ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് മാരിനേഷനാണ്. മാരിനേറ്റ് ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. 1 കെട്ട് മല്ലിയില വേണം. ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി വേണം. 12 വെളുത്തുള്ളി, 6 പച്ചമുളക്. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ടാണ് ഇത് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടാവുന്നതാണ്. 2 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യേണ്ട മസാല റെഡിയാക്കാം. ഒരു മിക്സി ജാറിലോട്ട് പച്ചമുളക് ഇതുപോലെ നന്നായി കട്ട് ചെയ്ത് ചേർക്കുക. ഇഞ്ചി ചെറിയ കഷ്ണമായി കട്ട് ചെയ്ത് ചേർക്കുക. വെളുത്തുള്ളി ആഡ് ചെയ്യാം. കുരുമുളക് ചേർക്കുക. മല്ലിയില അരിഞ്ഞു ചേർക്കുക. ഇത് ഇനി വെള്ളമൊന്നും ചേർക്കാതെ നന്നായി അരച്ചെടുക്കുക. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബീഫിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇനി പകുതി നാരങ്ങയുടെ നീരും ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായി കുഴച്ചെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 6 പട്ടയും 6 ഗ്രാമ്പും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കുക്കറിലേക്ക് 5 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർക്കുക. ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റുക. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു ചേർത്ത് മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഇതിലോട്ട് ചേർക്കുക. എണ്ണ തെളിയുന്നത് വരെ നന്നായി മിക്സ് ചെയ്യുക. ബീഫിന്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി യോജിപ്പിക്കുക. ഇനി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി 2 കപ്പ് വെള്ളം ചേർക്കുക. ഞാൻ ഈ ഒരു കപ്പിലാണ് മെഷർ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇത് ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പ്രഷർ പോയതിനു ശേഷം കുക്കറിന്റെ മൂടി തുറന്ന് നന്നായി ഇളക്കി കൊടുക്കാം. വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് ഈ ഗ്രേവി മൊത്തം ഒന്ന് വറ്റിച്ച് തിക്കാക്കി മാറ്റണം. ഇപ്പോൾ നല്ല തിക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ബീഫ് പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിത് ഗാർലിക് നാനിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഗാർലിക് നാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനവും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഈ ഒരു സ്വാദിഷ്ടമായ ബീഫ് പെപ്പർ ഫ്രൈ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്തു നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ.